അമൃതതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗത്തെക്കുറിച്ചാവാം നമ്മുടെ ചിന്തനം. അതായത് നമ്മുടെ ശരീരം, ആ ശരീരം എവിടെ അവസാനിക്കുന്നു, നമ്മുടെ ശരീരം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ അതൊരു പക്ഷേ നമുക്ക് തോന്നാം, ഈ വിരൽത്തുമ്പ് വരെ ഉള്ളൂ നമ്മുടെ ശരീരം, കാലിലെ വിരൽത്തുമ്പ് വരെ ഉള്ളൂ, അല്ലെങ്കിൽ കയ്യിലെ വിരൽത്തുമ്പ് വരെ ഉണ്ടാവും നമ്മുടെ ശരീരം. പിന്നീട് നമുക്ക് ശരീരത്തെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഈ ശരീരം ഈ വിരൽത്തുമ്പ് വരെ മാത്രമാണോ? ശരീരത്തിന് അതിനുമപ്പുറം വലിയ ബന്ധങ്ങളുണ്ട്. പക്ഷേ നാം ആരും അതറിയുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാം, നമ്മുടെയൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെ എടുത്താൽ മൊബൈൽ ഫോണിനുള്ളിൽ ഒരു സിം നാം ഇടാറുണ്ട്. ആ സിം കാർഡ് ഇട്ടില്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. എന്നാൽ മൊബൈൽ ഫോൺ താഴെ വീണാലോ? മൊബൈൽ ഫോൺ പൊട്ടിപ്പോകുന്നു. പിന്നീട് നമുക്ക് ഫോൺ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ സിം കാർഡ് നമുക്ക് മറ്റൊരു ഫോണിൽ വാങ്ങിയിട്ട് അതിലിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുപോലെ മൊബൈൽ ഫോണിലെ സിം കാർഡ് ആകുന്നത് പോലെ ആ സിം കാർഡാണ് നമ്മുടെ ശരീരമാകുന്ന മൊബൈൽ ഫോണിനുള്ളിലെ ആത്മാവ്. മൊബൈൽ ഫോൺ അവിടെ ശരീരമാകുന്നു, സിം കാർഡ് ആത്മാവാകുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന ഈ ക്ഷേത്രം, ശരീരം ക്ഷേത്രമാണെന്നാണ് സങ്കല്പം. ക്ഷയത്തെ ത്രാണനം ചെയ്യുന്നത് എന്തോ അതാണല്ലോ ക്ഷേത്രം. ശരീരം ക്ഷേത്രമാകുന്നു. നാം താമസിക്കുന്ന നമ്മുടെ ഭവനം, നമ്മുടെ വീടും ക്ഷേത്രമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുചിയായി ഇടണമെന്ന് നാം പറയുന്നത്. അതുപോലെ ക്ഷേത്രമാകുന്ന ഈ ശരീരവും നാം വളരെ ശുചിയായി സൂക്ഷിക്കണം എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബാഹ്യമായി ആന്തരികമായും അതിനൊക്കെ അപ്പുറം മാനസികമായ പരിവർത്തനമാണ് ഇന്ന് സമൂഹത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതായ അത്യന്താപേക്ഷിതമായി എന്ന് തന്നെ നാം പറയേണ്ടതായ കാര്യം. കാരണം ഇന്ന് മാനസികമായ പിരിമുറുക്കങ്ങളാൽ, മാനസിക സമ്മർദ്ദങ്ങളാൽ അവനവനെ തന്നെ തിരിച്ചറിയാനാവാത്ത ഒരു മനുഷ്യ സമൂഹമാണ് മുന്നോട്ട് ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ. മറ്റു ജീവജാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് മനുഷ്യ ജന്മം ഏറ്റവും സുഹൃതമായ ജന്മമാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെട്ടിട്ടുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല യുഗങ്ങളും കഴിഞ്ഞ് ഏറ്റവും നല്ല യുഗമാണെന്ന് പറയുന്ന ഈ കലിയുഗത്തില് മനുഷ്യന്മാർ അനുഭവിച്ചു വരുന്ന ഈ പരിവർത്തനം, വലിയ പരിവർത്തനമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അതിന് ഏറ്റവും മുഖ്യമായ കാര്യം മാനസികമായ പരിവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മനുഷ്യർക്ക് സംഭവിച്ചിരിക്കുന്നത്. നാം സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെയേറെ പല പേരിലും അറിയപ്പെടുന്ന അസുഖങ്ങളാണ് മനുഷ്യർക്കുണ്ടാകുന്നത്. നമുക്കറിയാം, കോവിഡ് പോലുള്ള മാരകമായ രോഗങ്ങൾ, ആ അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും ഒരു 3 വർഷത്തോളം ഇതിൻ്റെ ഇടയ്ക്ക് സഞ്ചരിച്ചവരാണ്. പരസ്പരം മനുഷ്യർക്ക് കാണാൻ പോലും സാധിക്കാതെ, സ്വന്തം വീട്ടിലുള്ള ഒരാൾക്ക് കോവിഡ് വന്നാൽ ആ ആളിനെ ഒരു മനുഷ്യരൂപമായിട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കാത്തത് വണ്ണം
ആ ആളിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി നമ്മുടെ ബന്ധുക്കളെ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ അവർ മക്കളാണെന്നോ അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഒന്നും രൂപം പോലും നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം നാം കോവിഡ് കാലഘട്ടത്തിൽ അനുഭവിച്ചു. അവർക്ക് മരണം സംഭവിക്കുമ്പോൾ അവരെ വീട്ടിൽ പോലും കൊണ്ടുവന്ന് സംസ്കരിക്കാതെ മറ്റ് ശ്മശാനങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിജനമായ സ്ഥലങ്ങളിലും സംസ്കാരം നടത്തി. ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഒരു വീട്ടിലെ തന്നെ 2-3 പേര് ഒന്നിച്ചു മരണപ്പെട്ടു. പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പല മദ്യപാനികളും മദ്യം കിട്ടാതെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്തു, ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതൊക്കെ എന്താണ് സംഭവിച്ചത്? മനുഷ്യന്റെ മനസ്സിന് ഉണ്ടായ പരിവർത്തനങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റു മാരക രോഗങ്ങളെക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? പരസ്പരമുണ്ടാകുന്ന സ്നേഹമില്ലായ്മയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്നേഹത്തിനാണ് ച്യുതി സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? നാം അത് എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമാകും. കുടുംബ ബന്ധങ്ങളിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എല്ലാവരും സ്വാർത്ഥരായി കഴിഞ്ഞു. അവനവന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് അവനവനിലേക്ക് ഒതുങ്ങിപ്പോയി കഴിഞ്ഞു നമ്മുടെ സമൂഹം. മക്കളായാലും അച്ഛനമ്മമാരായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങി. ഇന്നത്തെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ, എല്ലാവരും സെൽഫിഷായി മാറി, സ്വാർത്ഥ താല്പര്യമുള്ളവരായി മാറി. നാം പലരോടും കാണുമ്പോൾ, വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കും, ഒന്ന് ഇടയ്ക്ക് വിളിക്കാറില്ലല്ലോ, അല്ലെങ്കിൽ ഒരു സ്നേഹവും ഇല്ലല്ലോ. അപ്പം നമ്മളോട് അവര് പറയും, സ്നേഹമില്ലെന്നോ? ആര് പറഞ്ഞ്? ഞാൻ നിന്നെക്കുറിച്ച് എപ്പോഴും ഓർക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ പൊട്ടിക്കരയാറുണ്ട്. എവിടെ? ആര് പൊട്ടിക്കരയാൻ? അതൊക്കെ വെറുതെയാണ്. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മറ്റൊരു കാര്യം പറയാം, ഒരു രസകരമായ കാര്യം. അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഭർതൃഗ്രഹത്തിലേക്ക് വരുന്ന പുതിയ പെണ്ണ്, പുതുപ്പെണ്ണെന്ന് നാം പറയാറുണ്ട്. അങ്ങനെ ഭർതൃഗ്രഹത്തിൽ നിന്നും ഈ പുതുപ്പെണ്ണ് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനമ്മമാരും ബന്ധുക്കളും ഒക്കെ അന്ന് അവര് വരുന്നത് അറിഞ്ഞുകൊണ്ട് എത്തുമല്ലോ. അപ്പോൾ പറയും, ഈ ഉണ്ണിയേട്ടന് വളരെ മറവിയാണ്, ഒട്ടും ഓർമ്മയില്ല. ഒരു സാധനം എവിടെങ്കിലും വെച്ചാൽ എവിടെയാ വെച്ചതെന്ന് ഉണ്ണിയേട്ടന് അല്പം പോലും ഓർമ്മയില്ല. ഇത് കേൾക്കുമ്പോൾ ബന്ധുക്കൾ എല്ലാവരും കൂടി കോമഡി കേട്ട പോലെ ആയിരിക്കും ചിരിക്കുന്നത്. എന്നാൽ അതല്ല കഥ. കുറച്ച് നാളൊന്ന് കഴിയട്ടെ, ഈ സ്നേഹമൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ ഇതേ പെൺകുട്ടി എന്താവും പറയാൻ സാധ്യത എന്താവും? ഈ മനുഷ്യന് ഓർമ്മയെന്ന് പറയുന്നില്ല, അരണയുടെ ബുദ്ധിയാ. ഈ ഓർമ്മയില്ലാത്ത ഈ മനുഷ്യന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ പിന്നെ അവിടെ എന്തായി? അത് ഭർത്താവിനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനായി മാറുകയല്ലേ. അവിടെ ഭർത്താവ് ഡിസ്ക്വാളിഫൈഡ് ആയി. അതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. നമ്മളിലെ സ്നേഹം നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും മൂഡ് ഔട്ടാണ്. മൂഡ് സ്വിങ്സ് ഇല്ലാത്തവരായിട്ട് ഇന്ന് ആരും തന്നെ ഇല്ല. നമ്മളെല്ലാവരും മൂഡ് സ്വിങ്സിന്റെ ആൾക്കാരാണ്. എനിക്കൊരു മൂഡില്ല. നമ്മൾ പലപ്പോഴും പറയും, ഇപ്പൊ എനിക്കൊരു മൂഡില്ല, കുറച്ച് കഴിയട്ടെ. ഈ മൂഡ് ഉണ്ടാക്കുന്നതും മൂഡില്ലാതാക്കുന്നതും നമ്മൾ സ്വയമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒരു മഹാക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഞാനല്ല പറഞ്ഞത്, നമ്മുടെ സംസ്കാരമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൈതൃകം അങ്ങനെയാണ്. നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അർജുനന്മാരായ നമ്മളോട് ഭഗവാൻ ഉപദേശിച്ചു തന്നിരിക്കുന്നു,
ക്ഷേത്രമാണ് ശരീരം എന്ന്. അപ്പോൾ ഈ ക്ഷേത്രമായ ഈ ശരീരത്തിന് ഈ പ്രപഞ്ചവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. നാം അറിയാതെ പോകുന്ന യാഥാർത്ഥ്യമാണത്. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. പ്രപഞ്ചത്തിന്റെ താളം പോലെ നമ്മുടെ ശരീരവുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്. പ്രപഞ്ചവും നാം ജീവജാലങ്ങളുമായിട്ട്, മനുഷ്യരാശിയുമായിട്ട്, പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുമായിട്ട് പ്രപഞ്ചത്തിന് ഒരു കണക്ടിവിറ്റി ഉണ്ട്. മുമ്പ് പറഞ്ഞ പോലെ മൊബൈലിൽ കിടക്കുന്ന സിം കാർഡിന് കണക്ടിവിറ്റി ഉള്ളതുപോലെ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന്റെ ആ ആത്മാവുമായിട്ട് പ്രപഞ്ചത്തിന് ഒരു കണക്ടിവിറ്റി ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ, വളരെ പണ്ട്, ഇപ്പോഴൊന്നുമല്ല, അതിൽ വിശ്വസിക്കുന്നവർ ഇന്നും ഉണ്ട്, നമ്മുടെ വൈദ്യന്മാർ, സിദ്ധവൈദ്യന്മാർ, ഋഷീശ്വരന്മാർ, ഒട്ടേറെ പേർ സിദ്ധന്മാരായിരുന്നു. നമ്മുടെ ഗുരു പരമ്പരകൾ ഒട്ടേറെ പേർ സിദ്ധന്മാരായിരുന്നു. ചട്ടമ്പി സ്വാമികളെ പോലെ, ശ്രീനാരായണ ഗുരുസ്വാമികളെ പോലെ, അങ്ങനെയുള്ള നമ്മുടെ ഗുരു പരമ്പരകൾ എല്ലാവരും സിദ്ധന്മാരായിരുന്നു. അന്ന് ഈ ഇംഗ്ലീഷ് മരുന്നുകളോ അല്ലെങ്കിൽ ഹോമിയോ മരുന്നുകളോ ഒന്നും തന്നെ നമ്മുടെ പ്രവർത്തന പരിധിയിലോ ഒന്നും തന്നെ ഉണ്ടായി വന്നിരുന്നില്ല എന്നതാണ്. പ്രപഞ്ചവുമായിട്ടായിരുന്നു ആ റിലേഷൻസ് എല്ലാം. അന്ന് ഒരു കഥ പറയാം. അതായത് ഒരൊറ്റ മകനേ ഉള്ളൂ, ഒരച്ഛന്. ആ മകന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ നല്ല വയസ്സായി. ഈ മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ മകന് ഒരിക്കൽ ഒരു യാത്ര പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ അച്ഛനെ നോക്കാൻ ഒരാളിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് മകൻ ഹിമാലയ മേഖല, ആ മേഖലകളിലേക്കാണ് പോയത്. എന്നാൽ ഹിമാലയത്തില് എത്തിക്കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛന് അസുഖം മൂർച്ഛിച്ചു എന്ന് ഈ മകൻ അറിയാൻ ഇടയായി. മകന് പെട്ടെന്ന് തിരിച്ചു വരാനും സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. മകനെ ഈ വിഷമം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ ഹിമാലയ സാനുക്കളിലുള്ള ഒരു വൈദ്യന്റെ അടുത്ത് എത്തിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ നാട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നു, അസുഖം മൂർച്ഛിച്ചു കിടക്കുന്നു, ഞാൻ പോയിട്ട് എന്താ കാര്യം സിദ്ധവൈദ്യനെ കാണാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാഷയൊന്നും അവിടുത്തെ ഹിമാലയത്തിൽ ഭാഷയൊന്നും അറിയത്തില്ലെങ്കിലും അദ്ദേഹത്തിന് അറിയാവുന്ന തരത്തിൽ ഈ സുഹൃത്തിനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. അങ്ങനെ ഈ മകൻ ഈ സിദ്ധവൈദ്യന്റെ അടുത്ത് എത്തുകയാണ്. ഈ സിദ്ധവൈദ്യൻ പെട്ടെന്ന് മകനോട് കയറി കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ മകന്റെ കയ്യിലെ നാഡി പിടിച്ചു. നാഡി പിടിച്ചിട്ട് ആ മകന്റെ നാട്ടിലുള്ള അച്ഛന്റെ അപ്പോഴുള്ള രോഗാവസ്ഥയെ പറ്റി മകനോട് പറയുകയാണ്. മകനോട് പറഞ്ഞു, ആശങ്കപ്പെടുകയൊന്നും വേണ്ട, അച്ഛന് മരണമൊന്നും സംഭവിക്കില്ല. എന്നാൽ അസുഖം കുറച്ച് കാഠിന്യത്തിലാണ്, അല്പം മൂർച്ഛിച്ചിട്ടുണ്ട്. അതിന് ഈ ഹിമാലയ സാനുക്കളിലുള്ള കുറച്ച് ഔഷധ സസ്യങ്ങളുടെ ചാറുകളും കൂട്ടുകളും ഒക്കെ ഉണ്ട്. അതെങ്ങനെയെങ്കിലും നിങ്ങളുടെ അച്ഛന് അരികിൽ എത്തിക്കണം. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായ ഒരു കാര്യമോ ഒന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ അച്ഛനില്ല. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം, എങ്ങനെ അച്ഛൻ്റെ അസുഖം മകന്റെ നാടി പിടിച്ച് ഈ സിദ്ധവൈദ്യൻ തിരിച്ചറിഞ്ഞു? അതാണ് നാം മുമ്പ് പറഞ്ഞ നമ്മുടെ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള കണക്ടിവിറ്റി അഥവാ നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ നാം ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സംശയം തോന്നിയേക്കാം, ഇതെന്താ ഈ പറയുന്നത്, ഇതിനൊക്കെ സത്യമുണ്ടോ, നമുക്ക് വിശ്വസിക്കാൻ തന്നെ ചിലപ്പോൾ അത് എങ്ങനെ ഇത് ശരിയാകുമോ, ഈ ചിന്ത ഇത് ശരിയാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം.
പക്ഷേ ഇത് ശരിയായ ചിന്തയാണ്. ഇപ്പോഴും അതേപോലെയുള്ള സിദ്ധ വൈദ്യന്മാർ നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മുടെ മറ്റെല്ലാ ചികിത്സയുടെ ഭാഗമായുള്ള റിപ്പോർട്ടുകളുമായി നമ്മൾ ഒരു യഥാർത്ഥ സിദ്ധ ഡോക്ടറുടെ അടുത്തേക്ക് പോകും, നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ റിപ്പോർട്ടുകളെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ട് അതൊന്നും മറിച്ചു പോലും നോക്കാതെ ആ സിദ്ധ ഡോക്ടർ നമ്മുടെ നാടി പിടിച്ചിട്ട് ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും നമ്മോട് പറയുന്നത് നമുക്ക് വളരെ എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് തന്നെ കരുതിയത്. അതുകൊണ്ട് ഈ നമ്മൾ അലോപ്പതി മെഡിസിനോ അല്ലെങ്കിൽ ആയുർവേദത്തെയോ ഹോമിയോപ്പതിയെയോ ഒന്നും തന്നെ തരം താഴ്ത്തി സംസാരിക്കുക ആണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്. എല്ലാം പാലിയേറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു റിപ്പോർട്ടുകളും ഇല്ലാതെ മറ്റൊരു ചെക്കപ്പുകളും ചെയ്യാതെ നമ്മുടെ ശരീരത്തിൻ്റെ നാടി പിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും പറയുക, അത് കേൾക്കുക എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പുരാതന ഋഷീശ്വരന്മാരെല്ലാവരും എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചത്, അവരുടെ ജീവിതചര്യ എങ്ങനെയായിരുന്നു. അതുപോലെ നമ്മുടെ മനസ്സിലെ മനുഷ്യരുടെ ഈ സ്നേഹത്തിൻ്റെ ആഴം, സ്നേഹത്തിൻ്റെ അളവ്, ആ തോത് നമ്മൾ വർദ്ധിപ്പിക്കണം. സ്നേഹമാണെല്ലാം. സ്നേഹമില്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ നാം പെടും. അസുഖങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട്, മനസ്സിൻ്റെ വൈകല്യങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും ശരീരത്തെ അസുഖം ബാധിക്കില്ല. അഥവാ അസുഖം ബാധിച്ചാൽ പോലും അത് നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. ഭഗവാൻ പറയുന്നുണ്ട്, അതും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, ശരീരത്തെ ബാധിക്കില്ല. പൂന്താനം പറയുന്നുണ്ട്, ജ്ഞാനപ്പാനയിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒന്നും തന്നെ നമ്മുടെ മാനസികമായ ചിന്തകളുടെ വൈകല്യങ്ങളാണ്, മാനസികമായ ചിന്ത കുഴപ്പങ്ങളാണ്. വൈകല്യം എന്ന് തന്നെ പറയാം, അതിനെ മാനസികമായ വൈകല്യം എന്ന് പറയാം. സ്നേഹമായ പെരുമാറ്റം, സഹജീവികളോടുള്ള കാരുണ്യം, സഹജീവികളോടുള്ള അനുകമ്പ, ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുള്ള അരുള്, അൻപ്, അനുകമ്പ. അറിവില്ലാതെ വരുമ്പോഴാണ് നമുക്ക് സ്നേഹമില്ലാതെ വരുന്നത്. അൻപില്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ തിരിച്ചറിയാതെ വരുന്നത്. അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം. അനുകമ്പയില്ലാതെ വരുമ്പോഴാണ് സഹജീവികളോട് സ്നേഹമില്ലാതെ വരുന്നത്. അപ്പോൾ അറിവും ബോധവും ജ്ഞാനവും സ്നേഹവും എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ മനുഷ്യ സമൂഹം എത്ര നന്നായി മാറുന്നു. ഇതൊക്കെ സ്വപ്നം കാണാനാവുമോ എന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഒക്കെ ചിന്തിച്ചു പോയേക്കാം. ഇതൊരു വേദാന്ത പ്രസംഗമായി ചിലർക്കൊക്കെ തോന്നിയേക്കാം. പക്ഷേ കുറച്ചു പേരെങ്കിലും തത്ത കൊത്തുന്നത് പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, തത്ത നല്ലതേ കൊത്തു. കാക്ക പല വേസ്റ്റും കൊത്തും, പക്ഷേ തത്ത നല്ലത് മാത്രമേ കൊത്തുകയുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, തത്ത കൊത്തുന്നത് പോലെ നല്ലത് മാത്രം കൊത്തിയെടുക്കുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എല്ലാത്തിലും സമർത്ഥയായിട്ടുള്ള ആരും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. തെറ്റും കുറ്റവും ഒക്കെയായി നമ്മൾ ജീവിച്ചു പോകുന്ന ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന, നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന തെറ്റിൽ കുറ്റബോധം തോന്നുമ്പോഴാണ് നാം വലിയ ഒരു വ്യക്തിയായി മാറുന്നത്. ആ കുറ്റബോധം തോന്നാൻ എല്ലാവർക്കും തോന്നട്ടെ. പരസ്പരം സ്നേഹിക്കാൻ എല്ലാവർക്കും തോന്നട്ടെ. അരുളും അൻപും അനുകമ്പയും സഹജീവികളോട് തോന്നട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ അമൃതതീർത്ഥം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം
ഇതുപോലെ നല്ല നല്ല മെസ്സേജുകളുമായി ഇനിയും നമുക്ക് കാണാം. നന്ദി, സ്നേഹം.